മതേതര സങ്കല്പത്തിലുള്ള സ്ത്രീകളുടെ പങ്കാളിത്തത്തെ കുറിച്ചാണ് എന്നോട് പറയാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം, നമ്മളുടെ ഒരു പഴയ കാലം, ഒരു മധ്യവയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ അവരൊരു പഴയ കാലത്തേക്ക് പോയി നോക്കിയാൽ അറിയാം, ഈ മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലുമുള്ള സ്പേസ് ഇല്ലാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഓർമ്മകളിലൂടെ ഞാൻ ഇത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അവൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ ഉമ്മാൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ചേച്ചിമാർ വന്ന് നിൽക്കും എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അവർ ഉമ്മാനോട് കഥ പറഞ്ഞ് വാപ്പാനോട് തമാശയൊക്കെ പറഞ്ഞ് 2-3 ദിവസം നിന്നിട്ടാണ് ഇത്ര അവർ വീട്ടിൽ നിന്ന് പോവാറ്. അപ്പോൾ പക്ഷേ കുറേ കാലം കഴിഞ്ഞ് മാത്രമാണ് അവന് മനസ്സിലായത് എന്തുകൊണ്ടാണ് ആ സ്ത്രീകൾ അവിടെ വന്ന് താമസിച്ചത് എന്നുള്ളത്. അതായത് അവർക്ക് മെൻസസ് ആവുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പാടില്ല. ആ സമയത്ത് ഇതേപോലെ കൂട്ടുകാരികളുടെ വീട്ടിൽ സമയം ചെലവഴിച്ചിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ഇത് ഈ മെൻസസ് ആവുക എന്നുള്ളത് അത്ര പ്രശ്നമുള്ള സംഗതി അല്ലാത്തതിനാൽ, അല്ലെങ്കിൽ വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥയൊന്നും ഇല്ലാത്തതിനാൽ അവിടെ വന്നിട്ടാണ് ഇവര് താമസിച്ചിരുന്നത്. ഈ തരത്തിലുള്ള അനുഭവം നമ്മൾ ഓരോരുത്തർക്കും ഉള്ളതായിരിക്കും. ഇപ്പം അല്ലെങ്കിൽ അമ്മമാരുടെ മടിയിലിരുന്നിട്ട് പണിക്കന്മാരുടെ ഉസ്താദുമാരുടെ ഒക്കെ ഓത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ചെവിയിൽ. അസുഖം വരുന്ന സമയത്ത് ഓദിച്ച് അത് മാറ്റാനായിട്ട് ശ്രമിക്കുന്ന രീതി നമ്മളുടെ എല്ലാവരെയും നാട്ടിലുണ്ടായിരുന്നു. അതേപോലെ ചില ആചാരങ്ങളുടെ ഭാഗമായിട്ട് തന്നെ പൂവും അരിയും മുഖത്തേക്കൊക്കെ എറിഞ്ഞിട്ട് മുഖം തിരിച്ച എത്രയോ അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇതൊക്കെയും ആ കാലഘട്ടത്തിൽ ഒരുമിച്ച് നമ്മൾ ജീവിച്ചതിൻ്റെ സൂചനകളാണ്. ചില സാഹിത്യകൃത്തിൽ ഇപ്പം ബഷീർ പറയുന്നുണ്ട്, ബഷീറിൻ്റെ പാത്തുമ്മാൻ്റെ ആട് എന്ന് പറയുന്ന നോവലിൽ നങ്ങേലിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ നങ്ങേലി ബഷീറിനെ തല്ലുമായിരുന്നു. ബഷീർ പറയുന്നത് നങ്ങേലിക്ക് തല്ലാൻ അധികാരമുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നങ്ങേലിയുടെ മുല ബഷീർ കുടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം പറയുന്നത്. അപ്പോൾ തല്ലുകൊള്ളുന്നത് വെറുതെ ഒന്നുമല്ല കേട്ടോ, പഞ്ചസാരയും നെയ്യൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ബഷീറിൻ്റെ വീട്ടിൽ സ്വതന്ത്രമായ അധികാരങ്ങളുള്ള വ്യക്തിയായിട്ട് തന്നെ നങ്ങേലി എന്ന് പറയുന്ന സ്ത്രീയെ ബഷീർ അവതരിപ്പിക്കുന്നുണ്ട്. ആ നോവലിൽ തന്നെ ഇതേപോലെ പണിക്കരെ വിളിച്ച് ഊതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് മാറാത്തത് കൊണ്ട് വീണ്ടും ഉസ്താദിനെ വിളിച്ച് ഊതിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെലവഴിച്ചിരുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരിക്കാം. പക്ഷെ ആ ഭൂതകാലത്തിൽ അഭിരമിച്ച് നമ്മൾ ഇപ്പോൾ ജീവിച്ചിട്ട് കാര്യമൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അത് നമ്മൾ അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ആൾ മറ്റൊരു ജാതിയിൽ മതത്തിൽപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ അവഗണിക്കില്ല എന്ന് പറയുമ്പോഴും മൊത്തത്തിലുള്ള ഒരു ബഹുജന സമ്മത നിർമ്മിതിയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ഉദാഹരണമായിട്ട് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ചെറിയ ഉത്സവത്തെക്കുറിച്ചാണ് പറയുന്നത്. കളിയാട്ടം എന്നാണ് ഇതിന് പറയുന്നത്. മൂന്നിയൂരുള്ള കളിയാട്ടം എന്ന് പറയുന്ന ഉത്സവം ഈ മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഉണ്ടാവുക. കളിയാട്ടമായി കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് മഴ പെയ്യും എന്നാണ് വീട്ടിൽ എല്ലാവരും വയസ്സായവരൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കളിയാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കുഞ്ഞാഞ്ചീരു ഭഗവതിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഈ കുഞ്ഞാഞ്ചീരു ഭഗവതിക്ക് ഉള്ള നേർച്ചയായിട്ട് കുഞ്ഞിക്കുതിര, അതായത് ചെറിയ ഓലക്കൊടിയൊക്കെ കൊണ്ട് നിർമ്മിച്ച ചെറിയ കുഞ്ഞിക്കുതിരയാണ് ദേവിക്ക് അവിടെ അവർ സമർപ്പിക്കുന്നത്. കുരുത്തോല കൊണ്ട്, എല്ലാ ഓലക്കൊടിയും പറ്റില്ല, കുരുത്തോല കൊണ്ട് നിർമ്മിച്ച. അപ്പോൾ ഇതിനായിട്ട് അവർ നേർച്ചകൾ സ്വീകരിക്കാനായിട്ട് ആ പ്രദേശത്ത് മുഴുവനുമാണ് പോകുന്നത്. അതല്ലാതെ ഏതെങ്കിലും ജാതിയോ മതമോ നോക്കിയിട്ടല്ല, ഒരു പ്രത്യേക പ്രദേശത്തുള്ള മുഴുവൻ സ്ഥലത്തു നിന്നും അവർ നേർച്ചകൾ സ്വീകരിക്കുകയും അത് വെച്ചിട്ട് കളിയാട്ടക്കാവിൽ കൊണ്ടുപോയിട്ട് അന്ന് കുതിരയെ ഉടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്കറിയാം, ഒരു പ്രദേശത്തിൻ്റെതാണ്. അതിൻ്റെ ഐതിഹ്യം നോക്കിയാലും അറിയാം. മമ്പറത്തെ തങ്ങളാണ്
കുഞ്ഞാഞ്ചീരു ഭഗവതിക്ക് ഇരിക്കാൻ ഇടം കൊടുത്തത് എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ആ ദിവസം ഈ രണ്ട് കൂട്ടരുടെയും ഉത്സവമായതുകൊണ്ട് തന്നെ മമ്പുറത്തെ പള്ളിയിലും നിലവിളക്ക് കത്തിച്ചു വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം നമുക്കത് പോയാൽ കാണാൻ പറ്റില്ല. അതായത് ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവം എല്ലാ ജാതി മതവിഭാഗങ്ങളും ഒരുമിച്ച് നടത്തിയിരുന്ന ഒരു കർമ്മം ഇതിൽ ഓരോരുത്തരായിട്ട് പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിന് വരുന്ന പത്ര റിപ്പോർട്ടുകൾ വായിച്ചു നോക്കിയാൽ പോലും അറിയാം ഇതിൻ്റെ മതേതരമായിട്ടുള്ള സ്വഭാവത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി കളയുന്ന തരത്തിലാണ് പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം അമൃത പള്ളിയിൽ നിലവിളക്ക് കത്തിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കാണാൻ പോയപ്പം അവർക്കൊന്നും അറിയില്ല അങ്ങനെ നിലവിളക്ക് കത്തിക്കാറുണ്ട് എന്നുള്ളത്. പിന്നീട് അവിടെ ഉള്ള വയസ്സായ ഒരാളോട് ഞാൻ നിലവിളക്ക് ഇവിടെ കത്തിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പം അവരും പറയുന്നത് ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എന്നാണ്, അത് അവിടെ മാത്രമേ ഉള്ളൂ എന്നാണ്. ഇനി അവര് ചെയ്ത എന്താന്ന് വെച്ചാൽ ഈ ഉത്സവത്തിന് കുഞ്ഞാഞ്ചീരു ഭഗവതിൻ്റെ ഒരു ചരിത്രം, കളിയാട്ടക്കാവിൻ്റെ ഒരു ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു. ആ ചരിത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മമ്പർത്ത് തങ്ങളുമായിട്ടുള്ള ബന്ധം, മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ. പക്ഷെ ആ ഒരു ചരിത്രവും ഇവർ മാറ്റി എഴുതി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഇത് മമ്പുറം തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമല്ല ഇതിനുള്ളത് എന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ടാണ് അവർ പുതിയ ചരിത്രം ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളിലും വ്യത്യാസപ്പെട്ട് അവരവരുടേതായിട്ടുള്ളതിലേക്ക് ചുരുങ്ങാനുള്ള ഒരു പ്രവണത നമുക്ക് കാണാൻ പറ്റും. അതായത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഈ ഉത്സവങ്ങളിലൂടെയും അറിയാതെയൊക്കെയും നമ്മളുടെ മനസ്സിലേക്ക് ഇത് പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കാൻ ഇന്നത്തെ സമൂഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഈ തരത്തിലുള്ള വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ടാണെങ്കിൽ ഇത് ശരിയായ വിശ്വാസമല്ല. അതായത് ദർഗകളിൽ പോയിട്ട് നമസ്കരിക്കുക, അല്ലെങ്കിൽ ഈ മരിച്ചവരെ ആരാധിക്കുക, ഇങ്ങനെയുള്ള ഒന്നും തന്നെ ഇസ്ലാമിക വിശ്വാസപ്രകാരം ശരിയല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ നമുക്കറിയാം കേരളത്തിലെ ഇസ്ലാമിക വിശ്വാസത്തിനകത്ത് ഇതെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ മൊയ്തീൻ മാല പാടുന്നുണ്ട്. അതേപോലെ പൊന്നാനി ഭാഗങ്ങളിൽ നമുക്കറിയാം 30ഓളം ദർഗകളുണ്ട്. അതിൽ 3 സ്ത്രീകളുടേതുമാണ്, അല്ലെങ്കിൽ സ്ത്രീകളുടേതും കുട്ടികളുടേതും ഒക്കെ ആയ ദർഗകൾ അവിടെ ഉണ്ട്. അതിൽ മുനമ്പത്ത് ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ദർഗയുണ്ട്. അവർ ഹിന്ദു സ്ത്രീ ആയിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇങ്ങനെ മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ദർഗയിൽ തന്നെ ഇങ്ങനെ ശരിയായിട്ടുള്ള മതസ്വത്വത്തെ തീരുമാനിക്കപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നോക്കിയാൽ ഇത് ജൈവികമായിട്ടുള്ളതിൽ മാത്രമല്ല ആചാരപരമായിട്ടുള്ളതും മതവിശ്വാസത്തിനകത്തും ഈ തരത്തിലുള്ള കൊള്ളക്കൊടുക്കലുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ ഉത്സവങ്ങളിൽ എല്ലാം തന്നെ അവതരിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള വിശ്വാസ രീതി തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങൾ സ്വീകരിക്കുകയും അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആത്മീയതയുടെ ഭാഗമായിട്ട് തന്നെ ഇതിനെ മാറ്റി തീർക്കുകയും ചെയ്യുന്ന ഇത് നമുക്ക് ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. അതായത് ഇസ്ലാമിനകത്ത് ഇല്ലാതിരുന്നിട്ട് പോലും ഇസ്ലാമിക മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മാറുന്നതിന് കാരണം കേരളത്തിലെ ജാതി മത വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആ വിഭാഗീയത ഇല്ലാതെ നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചിരുന്ന ഉത്സവങ്ങളും ചടങ്ങുകളും ഒക്കെ ആയിരുന്നു. അതിൻ്റെ സൂചന എന്ന് പറയുന്നത് ഈ ആരാധനയുടെ ഇതിൽ പോലും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഈ മേഖലയിൽ മുഖ്യധാര എഴുത്തിലുണ്ടാവുന്ന കുറേയധികം പ്രവർത്തനങ്ങളുണ്ട്. ഇതിനെ ഓരോന്നായിട്ട് എടുത്തു പറയാനായിട്ട് സമയമില്ല. അപ്പം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലായി ചില പേരുകൾ മാത്രം പറഞ്ഞു വെക്കുകയാണ്. ഇപ്പം നമുക്കറിയാം നവോത്ഥാന കാലഘട്ടത്തോടു കൂടിയിട്ടാണ് ജാതി മതാതീതമായിട്ടുള്ള ഒരു പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത് ഇവിടെ സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. EMS ഒക്കെ ആ തരത്തിൽ നമ്മളിപ്പോൾ എപ്പോഴും
ഈ പുതിയ തലമുറയെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു EMSന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് വായിക്കുമ്പോൾ ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് അത് കേട്ട് തുള്ളുന്ന ഒരു പുതിയ തലമുറയെ EMS കാണുന്നുണ്ട്. പക്ഷെ EMS പറയുന്നത് അവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെ ജാതി മതാതീതമായിട്ട് ഒരു പൊതു സ്ഥലത്തെ ഉണ്ടാക്കാനായിട്ട് നാട്ടിലെ തിയേറ്ററിന് പറ്റുന്നുണ്ടെങ്കിൽ ആ തിയേറ്ററിനെ കൂടി അംഗീകരിക്കുന്ന ഒരു ബോധ്യമായിരുന്നു EMSൻ്റേത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ തിയേറ്റർ പുതിയൊരു സ്പേസ് ആണ് എന്ന് EMS എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിലും നമ്മളിങ്ങനെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സ്ത്രീകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഹലീമ ബീവിയാണ് ഈ ഇതിൽ പത്രപ്രവർത്തന മേഖലയിലൊക്കെ കൂടുതലായിട്ടും പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നവോത്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ കൂടുതലായിട്ടൊന്നും കണ്ടെടുക്കാനായിട്ട് നമുക്ക് അധികം സാധ്യതകളില്ല. പകരം എല്ലാ സമുദായ പരിഷ്കരണങ്ങളുടെയും മുഖ്യ അജണ്ട എന്ന് പറയുന്നത് സ്ത്രീ ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. സ്ത്രീയെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കാം, സ്ത്രീക്ക് എങ്ങനെയെല്ലാം വിദ്യാഭ്യാസം കൊടുക്കാം, സ്ത്രീയുടെ വസ്ത്രധാരണ രീതിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, ഇങ്ങനെ എല്ലാവരും സ്ത്രീയെക്കുറിച്ചാണ് ചിന്തിച്ചത്. പക്ഷേ സ്ത്രീ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് അന്വേഷിക്കാനായിട്ട് നമുക്ക് ഇപ്പോഴും അധികം തെളിവുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ പൊതു ഇടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ഹലീമ ബീവി. അവർ 1938 ഇവിടെ സ്വന്തമായിട്ടൊരു പത്രം നടത്തിയിരുന്നു. അതിൻ്റെ പ്രിൻ്ററും പബ്ലിഷറും എഡിറ്ററും ഒക്കെ തന്നെ ഹലീമ ബീവി ആയിരുന്നു. പിന്നീട് 1946 ഭാരതചന്ദ്രിക എന്ന് പറഞ്ഞൊരു പത്രം, ഒരു മാസിക ദിനപത്രം മാസികയായിട്ട് മാറ്റുന്നുണ്ട്. ആ മാസികയായി മാറ്റിയ സമയത്ത് ഹലീമ ബീവി ആയിരുന്നു അതിൻ്റെ എഡിറ്റർ. അതിൻ്റെ സബ് എഡിറ്റർമാരിൽ ഒരാളായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ആയിഷ മായൻ എന്നൊരു വ്യക്തിയും കൂടി ഈ മേഖലയിൽ പ്രവർത്തിച്ചു. ആയിഷ നല്ല ടെന്നീസ് പ്ലെയർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ആയിഷയുടെ ബാപ്പ മായൻ എന്നാണ് പേര്. ആയിഷയൊക്കെ സ്കൂളിൽ പഠിക്കാൻ വിട്ടതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കാഫിർ മായൻ എന്നാണ് ഇത്ര അറിയപ്പെട്ടത്. ഇങ്ങനെ ആയിഷ മായൻ്റെ പ്രവർത്തനം, ആയിഷ മായൻ പറയുന്നത് സ്ത്രീയും പുരുഷനും ഇസ്ലാമിൽ ഇരട്ടകളെ പോലെ തുല്യരാണ് എന്നാണ്. അങ്ങനെ ഈ തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് പല സ്ത്രീകളിൽ നിന്നും കാണാം. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. 1930കളിൽ ഇവിടെ 1927 ഉണ്ടായിട്ട് ഉള്ള ഒരു വിവർത്തിത കൃതിയുടെ ഉള്ളടക്കം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് വക്കം മൗലവിയുടെ മുസ്ലിം എന്ന് പറയുന്ന മാസികയിൽ വന്നിട്ടുള്ള ഒരു കഥയാണ്. ആ കഥയുടെ പേര് സുൽത്താനാസ് ഡ്രീം എന്നാണ്. സുൽത്താനയുടെ സ്വപ്നം എന്ന പേരിൽ വക്കം മൗലവിയുടെ മാസികയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകമാണ്. ഇത് എഴുതിയത് 1905 റുഖിയ സഖാവത്ത് ഹുസൈൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ്. ബംഗ്ലാദേശിലാണ്. പക്ഷെ അത് ഉണ്ടായി 1927 ആയപ്പോഴേക്കും അതിന് മലയാളത്തിൽ വിവർത്തനം ഉണ്ടാവുന്നുണ്ട്. ആ പുസ്തകത്തിൽ ഒരു പെൺകുട്ടി, ഒരു സുൽത്താന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കാണുന്ന സ്വപ്നമാണ് ഉള്ളത്. ആ സ്വപ്നത്തിൽ ഇവള് പുതിയൊരു ലോകത്തേക്ക് എത്തിച്ചേരുകയാണ്. ആ ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും എല്ലാം കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സുൽത്താനയ്ക്ക് റാണി എന്ന് പറയുന്ന ഈ കുട്ടിയാണ് അവിടെ കൂട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ സുൽത്താനയും റാണിയും കൂടി നടന്ന് ദേശമൊക്കെ കാണുന്ന സമയത്ത് സുൽത്താനൊക്കെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതെന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഇങ്ങനെ ഭയങ്കരമായി തുറിച്ച് നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ റാണിയോട് സംശയം ചോദിക്കുമ്പം റാണി പറഞ്ഞു കൊടുക്കുന്നത്, നിനക്ക് ഇവിടുത്തെ രീതികൾ അറിയില്ലല്ലോ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരുമാതിരി ആണുങ്ങൾ നടക്കുന്ന പോലെയാണ് നീ നടക്കുന്നത് എന്ന് പറയും. അപ്പോൾ ആണുങ്ങൾ നടക്കുന്ന പോലെയോ, അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയും, നീ നാണിച്ച് തലയും താഴ്ത്തിയാണ് റോഡിലൂടെ നടക്കുന്നത് എന്നാണ് അവരതിന് പറഞ്ഞു കൊടുക്കുന്ന ഉത്തരം. പിന്നീട് ഇവർ ചന്തസ്ഥലത്തെത്തുമ്പോഴും സുൽത്താന ശ്രദ്ധിക്കുന്ന എന്താ വെച്ചാൽ
വലിയ മാർക്കറ്റാണ്, പക്ഷെ അവിടെ ഒറ്റ ആണുങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോഴും സുൽത്താനക്ക് ഇങ്ങനെ സംശയമാവും. കാരണം നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ അല്ലല്ലോ. ചന്തയിൽ പെണ്ണുങ്ങളാണ് ഇങ്ങനെ ഒബ്സേർവ്ഡ് ആയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ കണ്ടാൽ എല്ലാവരും ഇങ്ങനെ തുറിച്ചു നോക്കി പോകുന്നത്. പക്ഷെ ഇവിടെ ഒരൊറ്റ ആണുങ്ങളില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് റാണിയോട് ചോദിക്കുമ്പോൾ പറയും, അതിലെന്താ നിനക്ക് ഇത്ര സംശയം, അവരൊക്കെ അവരുടെ സ്ഥലത്താണ്. അപ്പോൾ അവരുടെ സ്ഥലം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വീട്ടിനകത്താണ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ രീതികൾ ശീലിച്ചു പോയ സുൽത്താനക്ക് ഇത് തീരെയും അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സുൽത്താന ചോദിക്കുന്നത്, അത് ശരിയാണോ, ആണുങ്ങളെ ഇങ്ങനെ വീട്ടിനകത്ത് അടച്ചിടുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നതിന് സുൽത്താന പറയുന്ന മറുപടി എന്താന്ന് വെച്ചാൽ, ഒരു വന്യമൃഗത്തെ ചന്തസ്ഥലത്ത് തുറന്നു വിട്ടാൽ എങ്ങനെയാണ് ഉണ്ടാവുക? അതുകൊണ്ട് അതായത് ആണുങ്ങളാണ് കുഴപ്പക്കാർ, അതുകൊണ്ട് ആണുങ്ങളെയല്ലേ വീട്ടിലിരുത്തേണ്ടത് എന്നാണ് അതിൽ സുൽത്താന ചോദിക്കുന്നത്. ഇത് പഴയൊരിതായതുകൊണ്ട് തന്നെ ഇന്നത്തെ അവസ്ഥയിൽ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും പുറത്തിറങ്ങി നടക്കാനായിട്ട് പ്രയാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1905 ആണ് ഈ പുസ്തകം എഴുതപ്പെടുന്നത് എന്നുള്ളതാണ്. അതും ബംഗ്ലാദേശിലെ ഒരു മുസ്ലിം സ്ത്രീ എഴുതിയ നോവലാണ്. 1927 നമ്മുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഇതിനിവിടെ ട്രാൻസ്ലേഷൻ ഉണ്ടായിട്ടുള്ളത്. അതായത് 1927 ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ലിംഗ വ്യത്യാസം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രാധാന്യം ഉള്ളതായിരുന്നു എന്നുള്ളതാണ്. ഇത്രയും ശക്തമായ തരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ നിന്നായാലും മറ്റ് സമുദായ പരിഷ്കരണ ശ്രമങ്ങളിൽ നിന്നായാലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എടുക്കുന്ന സമയം മറ്റൊരാളുടെ സമയം കൂടി കളയുന്നുള്ളതുകൊണ്ട് നിർത്തുന്നു. നന്ദി.